മൊബൈലിന്റെ ലോക്ക് സ്ക്രീൻ ഡിസ്പ്ലേയിൽ ഇത് കണ്ടോ നിങ്ങൾ? നമ്മുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഫോട്ടോ, അതുപോലെ തന്നെ പേര്, പിന്നെ തൊട്ട് താഴെ ഡേറ്റ്, ടൈം, ഇതൊക്കെ വെറൈറ്റി സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മൊബൈൽ സാംസങ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്ക് സ്ക്രീൻ ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാംസങ് മൊബൈലിലൊക്കെ ഗുഡ് ലോക്ക് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും ഉണ്ടാകും. ഇനി നിങ്ങളുടെ മൊബൈൽ ഇത് കാണുന്നില്ല എങ്കിൽ ഗാലക്സി സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എനേബിൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുക. താഴെ 3 ടാബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ 3 ടാബുകൾ ഉണ്ട്. അതിൽ നടുവിലത്തെ ഈ ഒരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ മുകളിൽ കുറേ ടാബ് കാണാൻ സാധിക്കും. ക്ലോക്ക് എന്ന ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ക്ലോക്ക് ഫേസ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ആകുന്ന പ്രോഗ്രസ് നിങ്ങൾ കാണാൻ സാധിക്കും. ഏകദേശം ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. മുകളിൽ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ വന്ന് നിൽക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവരായിട്ട് തരുന്ന കുറേ ക്ലോക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ലോക്ക് സ്ക്രീൻ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളതായിട്ടുള്ള ഒരു ക്ലോക്ക് നമുക്ക് വേണം. ഇവിടെ മൈ ക്ലോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന ഭാഗമുണ്ട്, പ്ലസ് ഐക്കൺ ഉണ്ട്. ഞാനിപ്പോൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ കാണിക്കും. ഇവിടെ എൻഡോ മാർക്ക് കൊടുത്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി ഒരു ക്ലോക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടുകൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് ഇവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ക്ലോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റൈൽ ഞാനിവിടെ തിരഞ്ഞെടുത്ത് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 14:28 കാണുന്നത്. അത് 2:28 നമുക്കിതുപോലെ മാറ്റി കൊടുക്കാം. ഓക്കെ, 24 മണിക്കൂർ 12 മണിക്കൂർ ആക്കാം. ഓക്കെ, നമുക്കിവിടെ അത് ഈ രൂപത്തിലൊക്കെ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ഞാനതൊന്നും ചെയ്യുന്നില്ല. കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ മണിക്കൂറിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റാം. ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ രൂപത്തിൽ മണിക്കൂറിൻ്റെ കളർ മാറ്റി കൊടുക്കാം. എനിക്കിപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. ഇനി ആ ഒരു 2 ഡോട്ട് ഉണ്ടല്ലോ, അതിൻ്റെ കളർ നമുക്ക് മാറ്റാം. ഓക്കെ, ഈ ഒരു ഡോട്ട് അവിടെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കളറാണോ വേണ്ടത്, ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം മിനിറ്റിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇഷ്ടമുള്ള കളറുകൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം വീണ്ടും പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡേറ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഏത് ഫോണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഓരോ ഫോണ്ടുകൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു ഫോണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫോണ്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെയും നമുക്ക് കളറുകൾ മാറ്റാൻ സാധിക്കും. ഏത് കളറാണ് നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ ഡിസ്പ്ലേയിൽ കാണാൻ ഭംഗി ആ ഒരു കളർ നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു കളർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് കാണേണ്ടത്, അതായത് ആദ്യം ആഴ്ച, പിന്നെ വർഷം, പിന്നെ ഡേറ്റ്, അങ്ങനെയാണോ നിങ്ങൾ കാണേണ്ടത് ആ രൂപത്തിൽ നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അതിനനുസരിച്ച് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഫോണ്ടുകൾ യഥേഷ്ടം മാറ്റാം, കളറുകൾ യഥേഷ്ടം മാറ്റാം. ഏത് വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇവിടെ പ്ലസ് ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. ആരുടെ പേര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ ഏത് ഫോണ്ടാണ് വേണ്ടത് ആ ഫോണ്ടുകൾ നമുക്കിവിടെ യഥേഷ്ടം മാറ്റാൻ സാധിക്കും. ഈ ഫോണ്ട് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കളറുകൾ, ഏത് കളറാണ് ഈ ഒരു ടെക്സ്റ്റിന് വേണ്ടത് ആ കളറുകൾ നിങ്ങൾക്ക് യഥേഷ്ടം ഇവിടെ നിന്ന് മാറ്റാവുന്നതാണ്. ഓരോന്നോരോന്നും ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നോരോന്നും നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകൾ, ഇപ്പോൾ ക്ലോക്കിന് മറ്റൊരു കളറ്, അതുപോലെ തന്നെ ഡേറ്റിന് വേറൊരു കളറ്, അതുപോലെ തന്നെ പേരിന് മറ്റൊരു കളറ്, അങ്ങനെ നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് യഥേഷ്ടം ഇവിടെ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കുകയാണ് ഏതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ളത്. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഇമോജി ഇവിടെ വന്നിട്ടുണ്ടാകും. അതിലേക്ക് നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യാം. ഇവിടെ ഗാലറിയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗാലറി സെലക്ട് ചെയ്യുക, ജസ്റ്റ് 1 കൊടുക്കുക. അപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ടാകും. ഇതിൽ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുക ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ, ഇവിടെ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ആ ഒരു ഫോട്ടോ ഞാൻ സെറ്റ് ചെയ്യാണ്. ഇവിടെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇവിടെ എൻഡോ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ,
ഇനി വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ജിഫ് ആഡ് ചെയ്യാം, നമുക്ക് പിന്നെയും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇത്രത്തോളം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഗാലറിയിലെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഗാലറി വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഡേറ്റ്, ടൈം അതൊക്കെ വീണ്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്, കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ലോക്ക് സ്ക്രീനിൽ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഡൗൺലോഡിൻ്റെ ചിഹ്നമുണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ആ ഒരു ഡൗൺലോഡായ ആ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ അത് വരും, കണ്ടോ. പക്ഷേ ആ ഒരു ഫോട്ടോ കുറച്ച് മുകളിലായിപ്പോയോ എന്നൊരു ഡൗട്ട്, കണ്ടോ, കുറച്ച് മുകളിലായിപ്പോയി. അതൊന്നും നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും? അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം, ക്ലോക്ക് ഫേസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആ ഒരു സെറ്റ് ചെയ്തത് ഇവിടെ മുകളിൽ തന്നെ കാണാൻ സാധിക്കും. അവിടെ ടച്ച് ചെയ്തിട്ട് പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സൈഡിൽ കാണുന്ന ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നോരോന്ന് കുറച്ച് താഴെ കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ഡേറ്റ് ഇവിടെ താഴെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ടൈം ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആ ഒരു പേര് കുറച്ചുകൂടി താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗാലറിയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സെറ്റായി എന്ന് തോന്നുന്നു. ഇവിടെ ഡൗൺലോഡിൻ്റെ ഭാഗം വീണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് കറക്റ്റായി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. വീണ്ടും അവിടെ ടച്ച് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഫോട്ടോവും ടൈമും ഡേറ്റും പേരും ഒക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലോക്ക് സ്ക്രീൻ ഒന്ന് നോക്കാം. ലോക്ക് സ്ക്രീൻ ഞാനിപ്പോൾ ലോക്ക് ചെയ്യാണ് സ്ക്രീന്. വീണ്ടും ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ആ ഒരു ലോക്ക് സ്ക്രീനിൽ ആ ഒരു സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ സാംസങ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ ഇതുപോലെ പല കാര്യങ്ങളും സെറ്റ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.